ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലിന് അപ്പുറത്ത് ഒരു മലഞ്ചെരുവിൽ. രണ്ട് ഗ്രൂപ്പാ, ഇപ്പുറത്തും അപ്പുറത്തും. ഈ മിക്ക സ്ഥലങ്ങളിലും ഗ്രൂപ്പ് ഉണ്ടല്ലോ. ചില സഭകളിലൊക്കെ ചെന്ന ഗ്രൂപ്പാ, പാസ്റ്ററും 3-4 പേരും കൂടെ ഒരു ഗ്രൂപ്പ്, സെക്രട്ടറിയും 2-3 പേരും കൂടെ ഒരു ഗ്രൂപ്പ്, വെറുതെ വന്ന് കൈ അടിക്കുന്ന ഒരു ഗ്രൂപ്പ്. അവരിങ്ങനെ കൈ അടിച്ച് ഓളം ഉണ്ടാക്കി കൊടുക്കുകയുള്ളു. നിങ്ങളൊന്നും അറിയുന്ന പോലുമില്ല ഇവിടെ എന്നതാ നടക്കുന്നത് പോലും. എല്ലായിടത്തും ഗ്രൂപ്പിസമാണ്. എന്തിനാ സഭ? വീട്ടിലെ അമ്മയും മോനും ഒരു ഗ്രൂപ്പ്, അപ്പനും മോളും വേറൊരു ഗ്രൂപ്പ്. ചില സഭകളിൽ ചെന്ന കാശുകാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, കാശില്ലാത്തവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, കളറല്ല ഉള്ളതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, കളർ കുറഞ്ഞതെല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ്. എല്ലായിടത്തും ഗ്രൂപ്പിസമാണ്. എല്ലാ മേഖലയും എടുത്തു. പാസ്റ്റർമാരുടെ ഇടയിലും ഗ്രൂപ്പിസം ഉണ്ട്. വലിയ സ്റ്റാൻഡേർഡുള്ള പാസ്റ്റർമാര്, ഇച്ചിരി കുറഞ്ഞ പാസ്റ്റർമാര്, ഒട്ടുമില്ലാത്ത. നിങ്ങൾ കൺവെൻഷനൊക്കെ ചെല്ലുമ്പോൾ ഇരിക്കുന്നതും ഇരുത്തുന്നതും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ. അതെ, നിങ്ങൾ തർക്കിക്കുമൊന്നും വേണ്ട, ഞാൻ 100 തെളിവ് തരാം. ഒക്കെ അവര് നോക്കിയ അത് ഇവിടുത്തെ അതേത് പാസ്റ്റർമാർ, അത് IPCയിലെയും ചർച്ച കൂടിലെയും അസംബ്ലീസോഡിലെയും പാസ്റ്റേഴ്സ്. അവര് മെയിൻ കസേരയിൽ. അതിന്റെ പുറകിലത്തത് ഷാരോന്, കല്ലുമല, പിന്നെ ന്യൂ ഇന്ത്യ അതിന്റെ പുറകില്. പിന്നെ അതിന്റെ പുറകിൽ ആരാ? അതിന്റെ പുറകില് സ്വതന്ത്ര പെന്തിക്കോസിലെ പാസ്റ്റേഴ്സ്. പിന്നെ അതിന്റെ പുറകില് എങ്ങും അല്ലാതെ കുറെ പേരുണ്ടല്ലോ. ഇതൊക്കെ തന്നെ. നിങ്ങൾ യോജിക്കത്തില്ലെന്ന് എനിക്കറിയാം. ആര് ചോദിച്ചാലും ഞാൻ കാര്യം ഇത് പറയും. അതെ, ഏത് യോഗത്തിന് ചെന്നാലും അങ്ങനല്ലേ, ഇരുത്തുന്നതും അങ്ങനല്ലേ. യാക്കോബ് പറയുന്നുണ്ട്, നിങ്ങളുടെ സഭയിൽ മോതിരം ഇട്ടോണ്ടെടുത്ത മോതിരം ഇടാന്നല്ല അതിന്റെ അർത്ഥം. എന്നാ 5-6 മോതിരം ഇട്ടോണ്ട് സഭയ്ക്ക് ഉടനെ അതാ എടുക്കുന്നത്. എന്നാ ഗുണം പിടിക്കാനുള്ള കാര്യമല്ല. മോതിരം ഇട്ടോണ്ട് വരാന്ന് യാക്കോബ് മോതിരം ഇട്ടോണ്ട് വരാനാണോ പറഞ്ഞപ്പം? ഒരുത്തൻ സാമ്പത്തികമായി ആ രീതിയിൽ വരുന്നവനെ നിങ്ങൾ അങ്ങനെ അവനോട് ഇടപെടുന്നെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അത് നല്ല ജോലിയും വില കൂടിയ വണ്ടിയിലൊക്കെ വരുന്ന ആളിനെ ഒരു പ്രത്യേക കൈ, അവർക്ക് പ്രത്യേക കൈയാ. കൈ ഒന്ന് പിടിച്ചൊന്ന് കുലുക്കി അവര് പോകെന്ന് പറഞ്ഞാലും വിടുകയില്ല. അസമം ചെറിയ കമ്പനി, ചെറിയ ജോലിക്കായി അവന് കൈ കഴിവിന്റെ പരമാവധി കൊടുക്കുകയില്ല. അഥവാ ഇനി കൊടുക്കാലും ഒന്ന് 2 പേരിലൊന്ന് കാണിച്ചേച്ച് അവനൊന്ന് കൈ പിടിക്കണമെന്നുണ്ടായാലും നേരമില്ലെന്നാ പറയുന്നത്. മനുഷ്യന്റെ എല്ലാം പ്രകൃതി ഇതാ. ഒന്നാം പ്രതി ഞാനാ. നമ്മൾ ഈ പുൾപ്പറ്റിൽ നിന്ന് നല്ല വകുപ്പാ പറയുന്നത്. വകുപ്പ് പറയാൻ പോലെ ലോകത്തിൽ ആരും ഇല്ലയോ. സങ്കീർത്തനത്തിൽ 2 എഴുതിയേക്കുന്ന സ്വർഗത്തിൽ ഇരിക്കുന്ന ഇതെല്ലാം കണ്ട് ചിരിക്കുക. ഈ താഴെ കാണിക്കുന്ന ഈ കൊന്ത്രാക്കൊള്ളി എല്ലാം കണ്ട് സ്വർഗം വരുന്നു. സ്വർഗത്തിൽ ചിരിയാ. ഇവനെല്ലാം കാണിക്കുന്നു. ഞാൻ എന്നെ പ്രതിയാക്കിയായി പറഞ്ഞു. സ്തോത്രം. നമ്മുടെ സമീപനം, ഇടപാട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്തോത്രം. വിദേശ രാജ്യത്ത് പലരും നന്നായിട്ട് സഹകരിക്കുന്നവരുണ്ട്. പക്ഷെ ഇവര് മിക്ക ആൾക്കാരും നാട്ടിൽ വന്നാൽ ഇതുപോലെ സഹകരിക്കുകയല്ല. ഇവിടെ ഭയങ്കര, എനിക്കതാ പിടി കിട്ടാതെ. ഇവിടെ ഭയങ്കര സഹകരണമാണ്. ഞങ്ങളുടെ സഭയിലെയാണ്, ഞങ്ങളുടെ സഭയിലെ സിസ്റ്ററാണ്, ബ്രദറാണ്. നാട്ടിൽ വന്നു കഴിയുമ്പം ഉടനെ തനിനിറം. അത് അവിടുത്തെ പിന്നെ ഒരു നല്ല സഹകരണമോ ഇടപാടോ സമീപനമോ ഒന്നുമില്ല. ഇവിടെ ആ വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകും, കഴിക്കും, കുടിക്കും, കൂടും, സഹകരിക്കും. നാട്ടിൽ വന്നാൽ ഉടനെ
സ്തോത്രം. സ്വർഗത്തിരിക്കുന്ന ചിരിക്കുക ഇതെല്ലാം കണ്ട്. നമ്മുടെ ചില വിദ്വാൻമാര് ഒക്കെ വിവാദമാകും, എനിക്ക് വിഷയമൊന്നുമല്ല. വിദ്വാൻമാര് പറയുന്നത് കേട്ടില്ലോ, ഞാൻ നോർത്ത് ഇന്ത്യ ചെന്ന് ഇന്ന ആൾക്കാരുടെ കൂടെ ഞങ്ങള് സഹകരിക്കുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് കേരളത്തിൽ വരുമ്പോൾ എന്നാ തിരിയുന്നത്? കേരളത്തിൽ വരുമ്പോ പറയാം അത് അവരുടെ സഭയാ, അത് മറ്റവരുടെ സഭയാ, ഇത് ഇന്നവരുടെ, ഇത് ഞങ്ങളുടെതാ. ഇതെല്ലാം കണ്ട് സ്വർഗത്തിരിക്കുന്ന ചുമ്മാ അതല്ല, ഒരുപാട് തല്ല് മേടിക്കുന്ന എല്ലാവരും. പക്ഷെ തല്ലുകൊള്ളുന്ന എല്ലാം നിരപരാധികളോ? അതായി സങ്കടവും. നിരപരാധികളാ. നമ്മള് പറയുന്നത് പോലെ ആയിരിക്കണം കുറെയൊക്കെ. പൂർണ്ണമായിട്ട് ചിലപ്പോ എല്ലാവർക്കും ഒത്തത്, എന്നാലും ഒരു മനസാക്ഷിക്ക് കുത്തലൊന്നും ഉണ്ടാകരുത്. ദൈവത്തിന് മഹത്വം. ഇവിടെ രണ്ട് ഗ്രൂപ്പാ. ഫെലിസ്ത്യർ ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലിന്, പ്രിയരെ, സഭയ്ക്കകത്ത് ഗ്രൂപ്പിസം ഉണ്ടാക്കരുത്. ഈ സഭയും ഏത് സഭയാകട്ടെ, നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭ, അതിനകത്ത് ഗ്രൂപ്പ് പാടില്ല. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, കൊടുക്കാനാവതോ സാഹചര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക. എല്ലാരും ഒരുപോലെ കാണുകയും, സ്തോത്രം. ഗ്രൂപ്പിസം പാടില്ല. അനേക സഭകളില് പ്രശ്നം ഉണ്ടാകാൻ കാരണം ഈ ഇതിനകത്ത് ഗ്രൂപ്പിസം. സ്തോത്രം. അത് പാടില്ല. ദൈവത്തിന്റെ മഹത്വം. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഞങ്ങൾക്ക് തിരുവല്ലയിൽ ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാടെ കാര്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ ഞാൻ പൊതുവെ പറയും, നീയാണ് ഇന്നയാടെ കാര്യം ഇന്ന ദിവസം എന്നോട് വന്ന് പറഞ്ഞെന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇല്ല എനിക്ക്. എന്ത് പ്രിയാന്നറിയോ, ഒരുത്തരും എന്നോട് പറയത്തില്ല. പ്രാർത്ഥിക്കാനുള്ള വിഷയം പറഞ്ഞോണം. പിന്നെ കുടിച്ചു അതിന് നേരെ പ്രാർത്ഥിക്കേണ്ട വിഷയമാണെങ്കിൽ പ്രാർത്ഥിക്കും, വന്ന് പ്രാർത്ഥിക്കേണ്ടതാണെങ്കിൽ പ്രാർത്ഥിക്കും. നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ വിഷയം പറഞ്ഞു, വീട്ടുകാരുടെ വിഷയം എന്നോട് പറയരുത്. പറഞ്ഞാൽ ഞാൻ അത് പൊതുവെ പറയും, ഞാൻ നിന്റെ വീട്ടിൽ നിന്നപ്പോ ഇന്നവരുടെ കാര്യം നീ എന്നോട് പറഞ്ഞു, ഇന്നതാണോ ശരി, രണ്ടിനെയും കൂടെ ഒന്ന് ചിന്തി ചോദിക്കുകയും ചെയ്യും. അത് ഞാൻ ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഞാൻ ഒത്തിരി ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളുടെ വിഷയം പറ, പ്രാർത്ഥിക്കാം. എന്തെങ്കിലും സഹായം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അതും ചെയ്യാം. സ്തോത്രം. ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ ഇടപെടരുത്. ദൈവത്തിന് മഹത്വം. ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ പറയാം, ദൈവസന്നിധിയില് ഇന്ന വിഷയം ഞാൻ പറഞ്ഞായത് ആരും പറയത്തില്ല. എവിടെയും കയറിയും ചെല്ലാം. ചിലര് അവര് വരുന്നുണ്ടോ, എന്നാ ഞങ്ങൾ ഇന്ന് വരുന്നില്ല, കാരണം കുരുക്കൊപ്പിച്ചായിരിക്കുന്നു അവര്. അല്ലെങ്കിൽ താമസിച്ച് വന്നേച്ച് നേരത്തെ പോവും. തീരുമ്പോഴല്ലേ ചിലപ്പോ ചോദിക്കുന്നേ. പാടില്ല. ദൈവത്തിന് മഹത്വം. ഗ്രൂപ്പിസം അത് ദൈവം വെറുക്കുന്നതാ. ഇവിടെ ഫെലിസ്ത്യർ ഇപ്പുറത്തും ഇസ്രായേലിന് അപ്പുറത്തും. ഒന്നുകൂടെ വായിച്ച 3-ാം വാക്യം. ഫെലിസ്ത്യർ ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലിയർ അപ്പുറത്തൊരു മലഞ്ചെരുവിലും നിന്നു. ഫെലിസ്ത്യർ ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലിന് അപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും നിന്നു. അപ്പൊ രണ്ട് ഗ്രൂപ്പാ. അവരുടെ മധ്യ ഒരു താഴ്വര. ഇനി 4-ാം വാക്യം. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴം 1 ചാൺ നെടുപ്പ് ഉള്ളവനായിരുന്നു. അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്രം. അവൻ 5000 ശേക്കെൽ തൂക്കമുള്ള താമര കവചം ധരിച്ചു. അവന് കാൽച്ചട്ടയും ചുമലിൽ താമരം കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പതിരി പോലെ. കുന്തത്തിന്റെ അലക് 600 ശേക്കെൽ ഇരുമ്പ്. ഒരു പരിചക്കാരൻ അവന്റെ മുൻപിലും. ഇതാണ് ഇവന്റെ പ്രകൃതി. ഇവൻ തനി പിശാച. നിങ്ങള് തമിഴ്നാട്ടിലുള്ള സഹോദരന്മാരും മലയാളികളായ പ്രിയപ്പെട്ടവരുള്ളത് കൊണ്ട് ഇവന് പിശാചാന്ന്
അതിലെ ഒരു പദം കൊണ്ട് തന്നെ തെളിയും. അത് നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. തമിഴ്നാട്ടുകാരായ സഹോദരന്മാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണ് നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമ്രശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. തെളിഞ്ഞല്ലോ, താമ്രം കൊണ്ടൊരു തെളിഞ്ഞല്ല പിശാചാന്ന്. സ്തോത്രം. മനസ്സിലായിരുന്നില്ലേ? മനസ്സിലായോല്ലോ? എന്താ മനസ്സിലായി? ചുമ്മാ ഇരിക്കാതെ കാര്യം പറ. മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായോ? അതാ ഇവൻ താനി പിശാച. യാക്കോബ് പറയാ, എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ ഓടിപ്പോവും. ഇതൊന്ന് ഓഫാക്കാന്ന ഒരു കാര്യം പറയാം. അങ്ങനെ ഞാൻ ജീവിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 6 മുഴ 1 ചാൺ നെടുപ്പമുള്ള ഇവൻ തനി പിശാച. ഈ 2 ഗ്രൂപ്പ് അപ്പുറത്തും, ഈ എന്റെ ഒരു ഭാഷയെ പറയാം, ഈ ഗ്രൂപ്പ് എവിടെ ഉണ്ടോ അവിടെ പിശാചുണ്ട്. പാനലും ഗ്രൂപ്പും എവിടെ ഉണ്ടോ അവിടെ അത് പിശാചനാൽ വരുന്നതാ. സ്തോത്രം. വീട്ടിലും അങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടേ പിശാച് പ്രവർത്തിക്കും. സഭയിലും അങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടെങ്കിൽ പിശാചിന് ഇടവാ. അപ്പൊ ഫെലിസ്ത്യർ ഇപ്പുറത്തും ഇസ്രായേലിന് അപ്പുറത്തും. അന്നേരം കണ്ട് ഒരുത്തൻ രംഗത്ത് വന്നു, തനി പിശാചായി ഇവൻ ഓടിച്ച. അപ്പൊ ശൗലിന്റെ കൂടെയുള്ളവരാരാ? വീരന്മാരും ശൂരന്മാരും. അപ്പൊ ശൗലിന്റെ കൂടെയുള്ളവരാരാ? വീരന്മാരും ശൂരന്മാരും. അത് ഗോലിയാത്തിനറിയാം. അതുകൊണ്ടാ ഗോലിയാത്ത് അറിയാം. അതുകൊണ്ടാ ഗോലിയാത്ത് ഞാൻ ഫെലിസ്ത്യൻ മടി ആ കാലതാ തൊട്ട് അപ്പൊ ഇവൻ തനി പിശാച. അവൻ പറയുക, ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിന്റെ ചേവകരുമാണ്. അവിടെ ഒരു കാര്യം ചെയ്യണം. ചേവകരും. അടുത്ത വാക്യം, നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുക്കണം. ഒരുത്തനെ നിങ്ങൾ തെരഞ്ഞെടുക്കണം.
നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മുഖം നോക്കി, പൊക്കം നോക്കി, കുടുംബം നോക്കി, കളർ നോക്കി, പണം നോക്കി, ഇതൊക്കെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. ദൈവം അങ്ങനല്ല. അതുകൊണ്ട് പറയാം, നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഒരുത്തനെ തെരഞ്ഞെടുത്ത് അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ, അവനെ എന്റെ അടുക്കലോട്ട് ഇറക്കി വിടണം. അവൻ എന്നോട് അംഗം പൊരുതി എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞാൻ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ, അല്ല, ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ ഞങ്ങൾക്ക് അടിമകളായി. നിങ്ങളല്ല, ഞങ്ങൾക്ക് അടിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുക്കണം. അതെങ്ങനെയും എടുത്തോ, നിങ്ങള് പരുവം പോലെ എടുക്ക. മുഖം നോക്കിയോ, പണം നോക്കിയോ, കാശ് നോക്കിയോ, കുടുംബം നോക്കിയോ, ബന്ധം നോക്കിയോ, അങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ ഓരോ സ്ഥലത്തും ഓരോരുത്തരെ തെരഞ്ഞെടുക്കുന്ന. അല്ലാതെ ദൈവകൃപ നോക്കി വല്ലോ ആണോ? നമ്മൾ പറയാം നല്ല ദൈവകൃപയുള്ള ആളാ, അതവിടെ ഇരിക്കട്ടെ, നമുക്ക് മറ്റേ പുള്ളി അതാരാ, അത് നമ്മുടെ ആളാ, പുള്ളിയെക്കാളും ദൈവകൃപ മറ്റേ പുള്ളി. ഇവൻ കൃപ പ്രാപിച്ചോളും. പിന്നെ നിങ്ങൾ ഒരുത്തരെ തെരഞ്ഞെടുത്ത് അവനെ ഇങ്ങോട്ട് ഇറക്കി വിടണം. ഞാനും അങ്ങോട്ട് വരും, ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യും. ഞാൻ അവനെ തോൽപ്പിച്ചാൽ നിങ്ങളെല്ലാം ഞങ്ങൾക്ക് അടിമ. അതല്ല, അവൻ എന്നെ തോൽപ്പിച്ച ഞങ്ങളെല്ലാം നിങ്ങൾക്കടിമ. ഇതാണ് വെല്ലുവിളി. ഇങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 24-ാമത്തെ വാക്യം വായിച്ചേ. അവനെ കണ്ടപ്പോൾ ഇസ്രായേലരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട്, അവനെ കണ്ടപ്പോ തന്നെ പേടിച്ചു. അതിനെ പേടിക്കാൻ കാര്യം 6 മുഴമുള്ള ഒരുത്തനാ. നമ്മുടെ മുഴക്കണക്കും അടിക്കണക്കും അല്ല, എബ്രായ അടിക്കണക്കാ. ഏതാണ്ട് നാട്ടിലെ അടി വെച്ച് നോക്കിയാൽ 12 അടി മേളിൽ ഉയരമുള്ളവൻ. 12 അടി എന്ന് പറഞ്ഞാൽ ഇത് എത്രയാ? 10 ഉണ്ടോ? 10. അതിലും 2 അടിയും കൂടെ മേളില് നെടുപ്പമുള്ള ഒരു തല. ഒന്ന് ഊഹിച്ച്, ഇതിലും 2 അടി മേളിലും കൂടെ നെടുപ്പമുള്ള ഒരു തന്നെ നിൽക്കുക. അവൻ കണ്ടപ്പോഴേ ഇവര് മേടിച്ചു കൊണ്ടതല്ലേ. ഭയങ്കര കടാമുണ്ടെന്ന് ഒരുത്തൻ. 6 മുഴവും പിന്നെ ഒരു ചാണും കൂടെ ഉണ്ട്. 12 അടി ഇല്ലുവാനുള്ള ഒരു തന്നെ. നമ്മള് അങ്ങനെ ഒരാളെ ഈ അടുത്ത കാലത്തെങ്ങും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ട് ഉദ്ദേശിച്ച ഒരു 7 അടി കാണുമായിരിക്കും. ഭയങ്കര നെടുപ്പമുള്ളൊരു തന്നെ. ഈ 6 മുഴം, 6 എന്നുള്ളത് വേദപുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം സാധാന്യ കണക്കാണ്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, വാക്യങ്ങൾ ഒത്തിരി എടുപ്പിക്കേണ്ടത് പോകുന്നില്ല. അപ്പൊ ഭയങ്കര നെടുപ്പമുള്ളൊരു തന്നെ. ഇവനെ കണ്ടപ്പോ തന്നെ ഇവര് പേടിച്ചു. ഒന്ന് കണ്ടപ്പോ പേടിച്ചു, പിന്നെ ഇവന്റെ വായിന്ന് വന്നത് കേട്ടപ്പോഴും ഇവന്റെ വായിൽ നിന്ന് എന്നതാ വന്നേ? ഇവന്റെ വായിൽ നിന്ന് എന്നാന്ന് വന്നത്? അവന്റെ വായിൽ നിന്ന് വന്ന പല കാര്യത്തിൽ ഒരു കാര്യം പറയാം. അവനെ വന്നങ്ങോട്ട് നിന്നേച്ച് അങ്ങ് നാമം ചൊല്ലുക. വെല്ലുവിളി മാത്രമല്ല, ഇവനങ്ങ് നാമം ചൊല്ലും. ആ 42-ാമത്തെ വാക്യത്തിന്റെ 43-ന്റെ 2-ാം ഭാഗത്ത് തന്റെ ദേവന്മാരുടെ നാമം ഒന്നുണ്ട്. തന്റെ ദാവീദിനോട് അല്ലല്ല, തന്റെ ദേവന്മാരുടെ ആ വാക്യം വായിച്ചേ. തന്റെ ദേവന്മാരുടെ നാമം മതി. അപ്പൊ ഈ ഫെലിസ്ത്യന്റെ ഒന്നിവനെ 6 മുഴ കണ്ടു പേടിച്ചു. ഒന്നിവന്റെ പ്രകൃതി നെടുപ്പം കണ്ടു പേടിച്ചു. 2 നെടുപ്പം മാത്രം മതി. ഇവൻ നാമം ചൊല്ലുക. നാമം ചൊല്ലുക. 5 ദൈവങ്ങളുണ്ട് ഫെലിസ്ത്യർക്ക്. 5 ദൈവങ്ങൾ. ആ 5 ദൈവങ്ങളുടെ, അതാ ദേവന്മാര്, അങ്ങനല്ലേ? ദേവന്റെ എന്നല്ല, ബഹുവചനമാ. അപ്പൊ 5 ദൈവങ്ങളാ ഫെലിസ്ത്യർക്ക്. 5 പട്ടണം, 5 ക്ഷേത്രം, 5 മല്ലൻ, 5 പ്രഭു, 5 ദൈവം. ഒരു വാക്യം വായിച്ചേ. ശൗമേലിന്റെ 1-ാം പുസ്തകം 6-ന്റെ 17 തോന്നുന്നു. ഒന്ന് വായിച്ചേ. 6-ന്റെ 17 തോന്നുന്നു.
ഫെലിസ്തർ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായി കൊടുത്തയച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസ്തോദിന്റെ പേർക്കൊന്ന്, പിന്നെ ഗസ്സയുടെ പേർക്കൊന്ന്, അസ്കലോന്റെ പേർക്കൊന്ന്, ഗത്തിന്റെ പേർക്കൊന്ന്, എക്രോൻ മതി. അപ്പൊ ഈ 5 ദൈവങ്ങളായത്, ഈ പേര് പറഞ്ഞതെല്ലാം 5 ദൈവങ്ങളാ. അസ്കലോന്യ ദൈവം, ഗത്തിലെ ദൈവം, എക്രോന്യ ദൈവം, ഇതെല്ലാം ദൈവങ്ങളാ. അപ്പൊ ഇവന് ഈ ദൈവങ്ങളുടെ നാമം ചൊല്ലും. നന്നായിട്ട് ഇവൻ നാമം ചൊല്ലും കേട്ടോ, നാമം ചൊല്ലും. ഇവൻ നാമം ചൊല്ലുന്നത് നമ്മള് പ്രാർത്ഥിക്കുന്ന പോലൊന്നുമല്ല. നമ്മള് മിക്കയിടത്തും നാട്ടിലൊക്കെ, ഇവിടുത്തെ അറിയത്തില്ല, നാട്ടിലൊക്കെ ആ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വർത്താനം പറഞ്ഞു മൊബൈലിൽ കളിച്ചു, അവിടെ പോയി ഇവിടെ പോയി എല്ലാം കഴിഞ്ഞ് അങ്ങേയറ്റം പറ്റുമ്പോൾ അയ്യോ നമ്മൾ പ്രാർത്ഥിച്ചില്ല. സമയം എന്തോ, സമയം 9:50. അയ്യോ എന്നാ വാ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചേച്ച് വല്ലോ, അതിന് പ്രാർത്ഥിക്കുന്നതാ, അല്ലാതെ ദൈവസനെ പ്രാർത്ഥിക്കണമെന്ന് ഓർത്തല്ല. പ്രാർത്ഥിച്ചേച്ച് വല്ലോ. ഉടനെ എല്ലാം വന്ന് ചിലത് കസേര, ചിലത് താഴെ, ചിലത് പറയാ ഒരു പാട്ട് പാടും. ഏത് പാട്ട്? ഏതേലും ഒരു പാട്ട് പാടും. അങ്ങനെയാണോ? ഏതേലും ഒരു പാട്ട് പാടിയാൽ മതി. പിന്നെ ആരേലും ഒരു പാട്ട്. ഞാൻ ഇന്നും പറഞ്ഞു, ഞങ്ങൾ ഒരിക്കൽ സ്നാനത്തിന് പോവാ, അവന് വെളിവെന്ന് പറയുന്നതില്ല. സ്നാനത്തിന് അങ്ങോട്ട് ഇറങ്ങി, ഒരു കൊച്ചിറങ്ങി വന്നാൽ പാടാൻ വേറെ ആളുണ്ട്, ഇവൻ കേറി പാടുക. ഈ അറിയാത്തവരും അക്ഷരത്തിട്ടമില്ലാത്തവരും വെളിവില്ലാത്തവര് പാടരുത്. അവര് മാറി അവിടെ നിൽക്കണം. അറിയാവുന്നവരെ കൊണ്ട് ഉടനെ ഇവൻ പാടുക, ആരിതാ വാരുന്നെന്ന്. എന്തോരം ബുദ്ധിമുട്ടാന്ന് പറയാം. ആരിതാ വാരുന്ന യേശു രക്ഷകൻ. അപ്പൊ നമ്മള് പ്രാർത്ഥിക്കുന്നത് കണ്ണിൽ ഇരുട്ട് കയറി, വിശപ്പും കയറി, ഉറങ്ങാറായി, അതാ വല്ലതും കഴിക്കണേ, എങ്ങനാ ചുമ്മാ വാരി കഴിക്കുന്നേ, എന്നാ ഒരു ചടങ്ങ്, അതാ ചെറിയൊരു പാട്ട്, ചെറിയൊരു സങ്കീർത്തനം, ആരേലും ഒരാള് ചുരുങ്ങി പ്രാർത്ഥിക്കുക, തീർന്നില്ലേ? ഇതൊക്കെയാ നമ്മുടെ പ്രാർത്ഥന. ഇവിടെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന സഹോദരിമാരൊക്കെ ബന്ധപ്പെടുന്നത് കൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല, നാട്ടിലെ രീതി വെച്ച് പറയുക. മിക്ക വീടുകളിലും വെളുപ്പിനെ പാട്ട് പാടി പ്രാർത്ഥനയില്ല. മിക്ക വീടുകളിലും, എങ്ങുമില്ലെന്നല്ല, ഉള്ളടം ഉണ്ട്. മിക്ക വീടുകളിലും ഇല്ല. എന്തിനെ പെയ്ത്തോമുകളില്ലല്ലോ. മിക്ക ഭാഷന്മാരുടെ വീട്ടിൽ പോലും കൊച്ചുങ്ങൾ പോലും വന്നിരിക്കുകയല്ല. പിന്നെ അവർ രണ്ടുപേരും കൂടെ ഇല്ലേ കബഡി കളിക്കുന്ന പോലെ ഷൂ ഒന്നും വെച്ച് കബഡി എന്നും പറഞ്ഞ് പണ്ട് ചെല്ലുകയല്ലേ. ഞാൻ തമാശ ഒന്നും പറഞ്ഞതല്ല. മിക്ക വീടുകളിലും ഇല്ല പ്രഭാത പ്രാർത്ഥന. രാവിലെ പാട്ടുമൊക്കെ പാടി ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര വീടുകളുണ്ട്. പണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളും. സ്തോത്രം. ഞാനൊരിക്കലെ ഒരു സ്ഥലത്ത് പോയി വിശ്രമിച്ച്, വൈകിട്ട് ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വിശ്രമിച്ച് വെളുപ്പിനെ ബസ്സിന് പോണം. ഞാൻ വെളുപ്പിനെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി റോഡിൽ നടക്കുമ്പോൾ 2 സൈഡിലും പെന്തിക്കോസുകാരാ. എല്ലാ വീട്ടിലും പാട്ടും പ്രാർത്ഥനയും. അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ വണ്ടി കിട്ടിയില്ല, കാരണം ഒരു വീടിന്റെ മാർക്ക് വന്നപ്പോ ഞാൻ കേൾക്കാത്തൊരു പാട്ട് പാടുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആ പാട്ട് കേട്ട് പഠിച്ചു. വണ്ടി പോയാ പോട്ടെന്ന് ഓർത്ത് ഒരു പാട്ട് പുതിയത് കിട്ടുന്നതല്ലേ. നടന്നു വന്നപ്പോ ഞാൻ മറ്റേ വീടുകളിലൊക്കെ പാടിയ പാട്ടൊക്കെ എനിക്ക് അറിയാം. ഈ വീടിന്റെ പാട്ടൊക്കെ വന്നപ്പോ ആയുസ് കേൾക്കാത്തൊരു പാട്ട്, അതോ നല്ല കേൾക്കാൻ എന്തോ ചെയ്യുമ്പോ ഞാൻ അവിടെ നിന്ന് അത് മുഴുവൻ അവര് പാടുന്നത് കേട്ടു. ഞാൻ നോട്ട് ചെയ്ത് വെച്ച് പിന്നെ വീട്ടിൽ പാട്ട് പുസ്തകത്തിൽ തപ്പിയെടുത്തു. അപ്പൊ പണ്ടൊക്കെ അങ്ങനെ മിക്ക വീടുകളിലും ഉണ്ട്. ഇപ്പൊ അങ്ങനെ എല്ലാ വീടുകളിലും ഒന്നും രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയില്ല. ഗോലിയാത്ത് നാമം ചൊല്ലി ദേവന്മാരുടെ, അവൻ എങ്ങനെയാ നാമം ചൊല്ലുന്നറിയാം. 16-ാം വാക്യം വായിച്ചേ. 16. ആ ഫിലിസ്ത്യൻ 40 ദിവസം നാമം ചൊല്ലി. അടുത്തത്
മുടങ്ങാതെ അത് മുടങ്ങാതെ ചൊല്ലി എന്നുള്ളതാണ്. രാവിലെയും ചൊല്ലി വൈകുന്നേരവും. എങ്ങനെയുണ്ട്? എന്ത് മാതൃകയോടെ ശാശാന്തലി എന്ത് ഓർഡറിലാ കാര്യം കൊണ്ടുപോകുന്നു. നമ്മൾ ദൈവത്തെ വിളിക്കുന്നതിന് ഓരോ ഓർഡറും ഇല്ല. ദൈവം നമ്മുടെ കയ്യിലിരിക്കുക എന്നാ പറയുന്നത്. പക്ഷെ യാതൊരു ഒരു ഓർഡറും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ ഗോലിയാത്ത് ശാശ, പക്ഷെ അവന്റെ ആ ഓർഡർ കണ്ടോ? രാവിലെ നാമം ചൊല്ലും, വൈകിട്ട് നാമം ചൊല്ലും, 40 ദിവസവും ചൊല്ലി, അത് മുടങ്ങാതെയും ചൊല്ലി. മാത്രമല്ല എല്ലാരും കേക്ക ചൊല്ലി. 11-ാം വാക്യം വായിച്ചേ, ഞാൻ തെളിയിക്കാം. ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലിലും കേട്ടു. എല്ലാ ഇസ്രായേലിനും കേക്കെ. അവ എന്ത് 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 സിസ്റ്റമാറ്റിക്കലായിട്ടാ കണ്ടോ? ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന നമുക്ക് ഇങ്ങനെ ഓർഡർ വല്ലതും ഉണ്ടോ? ചില സഭകളിൽ ചില ഓരോ ഓർഡറും ഇല്ല. പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാൻ മേല, നിർത്താൻ അറിയാൻ മേല, സ്തുതിഗീത എന്നാന്നറിയാൻ മേല, ശുശ്രൂഷകൾ ഒന്നും അറിയാൻ മേല. ചുമ്മാ ഇല്ലേ ചക്കൻ ചക്കാലയിട്ട് അങ്ങ് കുഴക്ക നിന്നങ്ങ് അലറുന്നതല്ലാതെ ഇതെന്നതാന്ന് പോലും. പണ്ടിരിക്കല് കർത്തമേശ ശുശ്രൂഷയിൽ എടുത്താൽ ചോദിക്കുക, സാധനം തീർന്നോന്ന് ചോദിക്കുക. സാധനം ഇങ്ങനെ വെളിവില്ലാത്ത കുറെ എണ്ണം. പണ്ടൊരുത്തനെ കർത്തമേശ നടത്തി. കർത്തമേശ അപ്പം തീർന്ന ഉടനെ അപ്പം തീർന്നില്ല, അതിന് കപ്പ പുഴുങ്ങിയതാവുണ്ടത്. പേരും സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. തിന്നവനാ എന്നോട് പറഞ്ഞ, എന്റെ അച്ഛാ കപ്പ പുഴുങ്ങിയതായിരുന്നു, ഞങ്ങൾ എന്നാ ചെയ്യാൻ? യാതൊരു വെളിവ്. കപ്പ എടുത്ത് വാഴ്ത്തിയെന്നാന്നോ? ആണോ? ഓർഡറൊന്നുമില്ല. ആത്മീയ അച്ചടക്കം, ആത്മീയ ഓർഡർ വളരെ അത്യാവശ്യമാണ് വേദപുസ്തകം. പുതിയ നിയമ ഉപദേശം പറയുമ്പോ ഡീസന്റ്ലി ആൻഡ് ഓർഡർലി അങ്ങനെ കൊടുത്തേക്കുന്നത്. എല്ലാം നല്ല ഗോലിയാത്ത് എന്ത് കൃത്യമായിട്ടാ. രാവിലെ നാമം ചൊല്ലുന്നു, വൈകിട്ടും നാമം ചൊല്ലുന്നു, 40 ദിവസവും ചൊല്ലുന്നു, അത് മുടങ്ങാതെ ചൊല്ലുന്നു, എല്ലാരും കേക്ക ചൊല്ലുന്നു. അഖിലാണ്ടങ്ങളുടെ ഉടയവനാകിയ ദൈവത്തെ ഭജിക്കുന്ന, ആരാധിക്കുന്ന നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? മുടങ്ങാതെ ചൊല്ലുന്നുണ്ടോ? രാവിലെ ചൊല്ലുന്നുണ്ടോ? വൈകിട്ട് ചൊല്ലുന്നുണ്ടോ? എല്ലാരും കേക്ക ചൊല്ലുന്നുണ്ടോ? നമ്മളൊരു സ്തോത്രം പറഞ്ഞ അടുത്തിരിക്കുന്ന പുള്ളി പോലും കേൾക്കുകയില്ല. പൊതുവെ ഞാനൊന്നും പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇവനിങ്ങനെ വെല്ലുവിളിച്ച് വാദം മുടക്കി നിൽക്കുക. അപ്പൊ 24-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവനെ കണ്ടപ്പോൾ ഇസ്രായേലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്ന് ഓടി. സ്തോത്രം. ഞാൻ ദീർഘമാക്കുന്നില്ല, നിർത്തുക. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്, എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടും. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്നതാ? അവൻ എതിർത്ത് വന്നപ്പോ ഇവരെല്ലാം പുറകോട്ട് ഓടി. പ്രിയരെ, പിശാചിനെ കണ്ട് നീ ഓടുകല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. സ്തോത്രം. ഇവര് പിശാചിന്റെ മുമ്പിൽ നിന്ന് ഓടാൻ കാരണം ഒറ്റ വാക്യം പറഞ്ഞങ്ങ് നിർത്തിയേക്കാൻ വിവരിക്കുന്നില്ല. പേടിച്ചിട്ട് ഓടിയതല്ല, പേടിച്ചെന്ന് എഴുതിയെങ്കിലും ആ ഉദ്ദേശിച്ച പേടിയല്ല. ഇവര് ഓടാൻ കാരണം ഒറ്റ ഒരുത്തന്റെ കയ്യിൽ ആയുധമില്ല, അതാ ഓടിയത്. BTH, BD, MDY, MDH, റിസർച്ച്, ഡോക്ടർ, റവറന്റ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഒറ്റ ഒരുത്തന്റെ ആയുധമില്ല. ഒത്തിരി വാക്യങ്ങൾ വായിപ്പിക്കേണ്ടതായെങ്കിലും നേരമില്ല. ഒരു വാക്യം വായിക്കാം. ശാമുവേലിന്റെ 1-ാം പുസ്തകം 13-ാം അധ്യായത്തിന്റെ 21 തോന്നുന്നു. വായിച്ചേ.
എന്നാൽ മൺവെട്ടി, കലപ്പ, മുപ്പല്ലി, മഴു എന്നിവയ്ക്കായും മുടിങ്കോൽ കൂർപ്പിപ്പാനും അവർക്ക് അരമുണ്ടായിരുന്നു. അവർക്ക് ഫെലിസ്ത്യർക്കാരുണ്ട്. അടുത്ത വാക്യം. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. അതാ പുറകോട്ട് ഓടിയത്. എല്ലാം പുറകോട്ട് ഓടാൻ കാര്യം അതാ. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒറ്റ ഒരുത്തന് വാളുമില്ല, കുന്തവും ഇല്ല. നമ്മൾ പറയല്ലോ ഒരു കുന്തവും ഇല്ലായിരുന്നു. അത് കറക്റ്റാ. ചുമ്മാ ഇങ്ങനെ നിന്ന് കാറിന്റെ വൈപ്പർ ജീസസ് വെച്ച് നിൽക്കുക. കണ്ടിട്ടില്ലേ? ഒറ്റയൊരു തന്നെ ആയുധമില്ല. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അതുകൊണ്ട് സകലം സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് നിങ്ങൾ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. അതാണ് നമ്മുടെ ആയുധം. ആ ആയുധത്തിൽ ആദ്യത്തെ സത്യം. ജീവൻ പോയാൽ സത്യം പറയുകയല്ല. അല്ലേ വ്യായി വരുമ്പോ ഓടുന്നേ. ചുണ്ട് കൂർപ്പിച്ച കള്ളമല്ലാതെ സത്യം പറഞ്ഞെങ്കിലേ നേരെ നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? സത്യം പറയണം. ചില സത്യം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമെങ്കിൽ കള്ളം പറയരുത്. എന്നാ അവിടെ സത്യം പറയുകയും വേണ്ട, പക്ഷെ കള്ളം പറയരുത്. മനസ്സിലായി കാണും. ചില സത്യം നമ്മൾ പറയുമ്പോൾ അവിടെ വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ സത്യം അവിടെ പറയണ്ട, പക്ഷെ അവിടെ കള്ളവും പറയരുത്. ഒരു ചെറിയ ഉദാഹരണം വേണേ പറയാം. അതങ്ങനെ പറ്റുമെന്ന് അത് ഞാൻ പറഞ്ഞു തരാം. ഒരു പോംവഴി വേണമല്ലോ എല്ലാത്തിനും. പോംവഴി ഇപ്പം നാട്ടിലെ രീതി വെച്ച് പറയാം. എനിക്ക് ഇവിടുത്തെ ഒന്നും പറയാം, സ്ഥലം പറയാൻ അറിയാൻ മേല. അതുകൊണ്ടാ. അല്ലെ നോക്കട്ടെ പോകുന്നു. ഇപ്പൊ ഞാന് സാൽമിയായി ഇങ്ങോട്ട് അബ്ബാസിക്ക് വരിക. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുക, പക്ഷേ എവിടെയായി? ഞാൻ പറഞ്ഞു ഞാൻ സാൽമിയായി തിരിച്ചു. ഇത്രയും പറഞ്ഞാൽ മതി. നിങ്ങൾ ചോദിച്ചത് എവിടെ ആയെന്നാ. അപ്പൊ ഞാൻ ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുടെ വീട്ടിൽ കയറിയെന്നോ അല്ലെ അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിച്ചാൽ ഞാൻ പറയാം ഞാൻ ഇന്നയാളുമായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പ്രശ്നത്തിന് വഴിയാ. അപ്പൊ അത് പ്രശ്നം വേണ്ട, സാൽമിയായി തിരിച്ചെന്ന് പറഞ്ഞാൽ മതി. എന്നാലും എവിടെ ചിലക്ക് എന്നാലും അങ്ങനെ എന്നാലും എവിടെ ആയി. അപ്പൊ അത് കേൾക്കുമ്പോ എനിക്കറിയാം. ഞാൻ പറയാ നമുക്ക് എപ്പോഴാ യോഗം തുടങ്ങുന്നത്? അത് 6:30. 6:30 ഞാൻ അവിടെ വരും. ഇത്ര പറഞ്ഞാൽ മതി. ഞാനൊരു പോംവഴിയാ പറഞ്ഞു തന്നത്. ചില സത്യം പറയുമ്പോ അവിടെ പ്രശ്നമാ വരുന്നെങ്കിൽ നമ്മൾ മുഖാന്തരം പ്രശ്നം അവിടെ ഉണ്ടാകണ്ട. എന്നാലും കള്ളം പറയരുത്. അങ്ങനെ സത്യം നമ്മുടെ അരകി കെട്ടണം. ഇവര് പുറകോട്ടോ പേടിച്ചോടാൻ കാര്യം ഒറ്റയൊരുത്തന്റെ കയ്യിൽ ആയുധമില്ല. ദൈവത്തിന് മഹത്വം. എന്റെ വാക്ക് നിർത്തുക. ദൈവത്തിന് മഹത്വം. യാക്കോബ് അപ്പോസ്തലൻ പറയാ, എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട്, അവനെ കണ്ട് നീ ഓടാനല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. അവൻ നിന്നെ കണ്ട് ഓടണമെങ്കിൽ ഞാനും നിങ്ങളും സർവായുധവർഗം ധരിക്കണം. സത്യം അരക്കി കെട്ടി നീ തിങ്ങുന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലിന്റെ ചെരുപ്പാക്കി രക്ഷകന്റെ ശിരസ്ത്രം പേറി ആത്മാവിന്റെ വാളെടുത്ത് തീർന്നില്ല, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധകം അവൻ പ്രാർത്ഥനയാൽ പോരാടണം. എനിക്ക് നിങ്ങൾക്കുമെതിരെ ഒരു എതിരാളിയുണ്ട്, പോരാളിയുണ്ട്. ഒരുവൻ എതിർക്കുന്നുണ്ട്. അവനോട് പൊരുതണമെങ്കിൽ, പോരാടണമെങ്കിൽ ആത്മശക്തി ഏറ്റെടുത്ത് അവൻ സർവായുധവർഗം ധരിച്ച് അവനോട് പോരാടണം. അവനെ കണ്ട് നീ ഓടാനല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മുടെ ആയുധം സർവായുധവർഗം ഏറ്റെടുക്കുവാൻ, വിശ്വസ്തരും വിശുദ്ധരുമായി പോർക്കളത്തിൽ യുദ്ധം ചെയ്യുവാൻ, അവൻ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ആത്മീയ വിഷയങ്ങളിൽ അവൻ ഇന്ന് രാത്രി നമുക്കൊന്ന് സമർപ്പിക്കാം.
പ്രാർത്ഥന മുടങ്ങരുത്, ആരാധന മുടങ്ങരുത്, കൂട്ടായ്മ മുടങ്ങരുത്, കഴിവിന്റെ പരമാവധി ഒന്നും മുടക്കരുത്. രാവിലെ വൈകിട്ടും ആമേൻ സ്തോത്രം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, എല്ലാവരും കേൾക്ക ദൈവത്തെ സ്തുതിക്കുവാൻ, അത് മുടങ്ങാതെ ചെയ്യുവാൻ, അത് ശക്തിയോടെ ചെയ്യുവാൻ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധി സമർപ്പിച്ചാട്ടെ. വിശ്വസ്തരും വിശുദ്ധരുമായി കർത്താവിനെ സേവിക്കുവാൻ, സർവായുധവർഗം ധരിച്ച് പോർക്കടത്തിൽ അടരാടുവാൻ ദൈവം നിങ്ങൾക്കെല്ലാം കൃപ നൽകട്ടെ എന്ന് ഓർപ്പിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. എന്നെ ക്ഷണിച്ച കർത്തദാസനും മുഖാന്തരം പ്രിയ സോളി സിസ്റ്ററും സീനിയർ സിസ്റ്ററും മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിക്കാൻ കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.